ഹായ്, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ആക്ച്വലി ഒരുപാട് വലിയ ഡേറ്റേഴ്സ് അവിടെ ഉണ്ട്. റഷ്യ ട്രംപിൻ്റെ ഒരു കൂടിക്കാഴ്ച അവിടെ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. കംപ്ലീറ്റ്ലി നമുക്ക് ഡേറ്റാസിനെ കുറിച്ച് വലുതായിട്ട് മാർക്കറ്റിനകത്ത് അവൈലബിൾ അല്ല, എന്നാൽ അത് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളൊരു സൂചന അവിടെ ഉണ്ട്. നമുക്ക് ഓഗസ്റ്റ് 27 ഐ തിങ്ക് 27 അതിനെക്കുറിച്ചിട്ടുള്ള നമ്മുടെ ഇന്ത്യയുമായിട്ടുള്ളൊരു ചർച്ചയുടെ ഫൈനൽ ഔട്ട്പുട്ട് വരാനുള്ള സാധ്യത. എന്നാൽ ഇന്നത്തെ ഏറ്റവും ഹോട്ട് ന്യൂസ് എന്ന് പറയുന്നത് GSTയുടെ വാല്യൂ വ്യത്യാസം വരുത്തുന്നു എന്നുള്ളതാണ്. GSTക്ക് മുന്നേ 4 സ്ലാബ് ഉണ്ടായിരുന്നു, അതിനെ കട്ട് ചെയ്ത് 2 സ്ലാബായിട്ട് കുറയ്ക്കുന്നുണ്ട്. സോ ദാറ്റ് 5% ആൻഡ് 18%ലേക്ക് മാറുന്നുണ്ട്. അത്യാവശ്യം മെയിനായിട്ടുള്ള ഗുഡ്സ് 5%-ലും മറ്റ് കുറച്ച് ലക്ഷറി ഒരുപാട് ലക്ഷറി അല്ല, ഒരു മീഡിയം ലക്ഷറി നമ്മുടെ നീഡ്സിന്, അതായത് നമ്മുടെ എസെൻഷ്യൽ തിങ്സ്, സർവൈവൽ എസെൻഷ്യൽ തിങ്സിന് 5% കിട്ടും. യൂസ്ഫുൾ നമ്മുടെ സാധാരണ ഡേ ടു ഡേ തിങ്സിൽ സാധാരണ കാര്യങ്ങൾക്ക് ഒരു 18% അതിൻ്റെ മാക്സിമം റേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ എനിക്കതിനകത്ത് ഒരേ ഒരു നെഗറ്റീവ് സൈഡ്, ബാക്കിയെല്ലാം എനിക്ക് പോസിറ്റീവാണ്. ഒറ്റ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഷുറൻസ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡാണ് ഇന്നത്തെ കാലത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പ്രൊമോഷനൊന്നുമല്ല, കാര്യമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ആ ഒരു സാധനത്തിന് ഇന്നും 18%, അതായത് ഹയർ സ്ലാബിൽ തന്നെ നടത്തിയിരിക്കുന്നത് എന്നുള്ളത്. പുറത്തൊന്നും അങ്ങനെ ഒരിടത്തും ഇൻഷുറൻസിൻ്റെ മേളിലൊരു ടാക്സ് മേടിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല, നോട്ട് ഷുവർ. ഞാൻ പറയുന്ന നന്നായിരുന്നു എന്നാണ് ഞാൻ അവിടെ പറഞ്ഞത്. അപ്പോൾ ഇൻഷുറൻസ് ആ ഒരു സെക്ടർ മാത്രം ഒരു ഞാൻ പേഴ്സണലി എക്സ്പെക്റ്റ് ചെയ്തു അതിനെ ഒന്ന് കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ വളരെ വലിയൊരു സംഭവമായിരിക്കും. അതായത് ഒരു ബിലോ പോവർട്ടി ലൈനിലുള്ള ഒരാൾക്ക് പോലും ഹെൽത്ത് ഇൻഷുറൻസ് വേണം ഇന്നത്തെ കാലത്ത് ഒരു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. കാണുന്നുണ്ട് കഴിഞ്ഞ ഒരു സീസണിൽ പനിക്കൊക്കെ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് 75,000 to 1 lakh വരെ സ്പെൻഡായി പോയ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു ഇൻസിഡൻ്റ് അല്ല, ഒരുപാട് ഇൻസിഡൻറ്റ്. സോ ഐ തോട്ട് അങ്ങനെ വന്നിരുന്നെങ്കിൽ, ഐ ഹോപ്പ് അങ്ങനെ നന്നായിരുന്നു എന്ന് ഫീൽ ചെയ്തു. ഓക്കെ, അതൊക്കെ കംപ്ലീറ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് അല്ല. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ന് മാർക്കറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കാണിക്കുന്നത് പറഞ്ഞാൽ 24,978, അതായത് 25,000 മാർക്കറ്റിൻ്റെ ഇന്നത്തെ പ്രീമിയം റേഞ്ച് എന്ന് പറഞ്ഞ് ഗിഫ്റ്റ് നിഫ്റ്റി കാണിക്കുന്നത്. ഇത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. 25,000 ഓപ്പൺ ചെയ്യുന്ന എനിക്ക് എക്സ്പെക്റ്റേഷൻ ഇല്ല. കമ്മിങ് ടു ട്രേഡിംഗ് സിറ്റുവേഷൻ, ഞാൻ ചാർട്ട് കൂടെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ കുറച്ച് കാലമായിട്ടുള്ള ചാർട്ടാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് 24,400 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് പോയാൽ നമ്മൾ പാനിക്കായി പോകും എന്നുള്ളത്. പോയി അടുത്ത ദിവസം തന്നെ അത് തിരിച്ച് ബൗൺസ് ചെയ്തു. ഇല്ലായിരുന്നെങ്കിൽ, പിടിവിട്ട് പോയിരുന്നെങ്കിൽ നമ്മൾ 24,000 താഴേക്ക് പോകും എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. തിരിച്ച് വന്നു. അറ്റ്ലീസ്റ്റ് നിൽക്കേണ്ട ഒരു പോസിറ്റീവ് ഏരിയ. ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് വളരെ മുന്നേ തൊട്ടേ ഉള്ളൊരു ബോക്സാണ്. ഇത് കാണുന്നുണ്ടോ? ഇതൊരു ഈ ഒരു വീഴ്ചയുടെ ഒരു പകുതി ദൂരമായിരുന്നു അതെന്ന് പറയുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് അവിടെയെങ്കിലും നമ്മൾ പോയി നിൽക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു കോൺസെപ്റ്റിലായിരുന്നു നമ്മൾ ലാസ്റ്റ് ദിവസവും ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു പൊസിഷൻ തൽക്കാലം എടുക്കേണ്ട, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ റീസൺ ഈ ഒരെണ്ണമാണ്. എനിക്ക് പേഴ്സണലി കുറേ ട്രേഡ്സ് ഞാൻ എൻട്രി എടുക്കാണ്ട് നിൽപ്പുണ്ടായിരുന്നു. അത് ഇന്ന് ഓപ്പൺ ചെയ്യുക 1% മേളിലായിരിക്കും. എനിക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ 1% ബെയർ ചെയ്യാൻ എനിക്ക് ഓക്കെയാണ്. ഞാൻ അതിനകത്ത് എൻട്രി ചെയ്യുകയും ചെയ്യും. കഴിഞ്ഞ വ്യാഴാഴ്ച കണ്ട് നമ്മുടെ ഗ്രൂപ്പിനകത്തൊരു 3-4 സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ കൊണ്ടുവരിക, നല്ല യൂസ്ഫുൾ ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ ഇന്നത്തെ ട്രേഡിംഗ് ഐഡിയ ഇല്ലെങ്കിൽ ഇനിയുള്ള സ്വിങ് ഐഡിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24,800 മേളിൽ നമ്മൾ സോൾഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഇതിനെ പല രീതിക്ക് വരയ്ക്കാം. ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം, ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം, ഇത് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, മാർക്കറ്റ് ഇതൊക്കെ ഇന്നത്തെ ട്രേഡിംഗ് റേഞ്ച് ഞാൻ വരച്ച് വെച്ചതെന്നാണ്. അതൊക്കെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലെവല് ചാർട്ടിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസ്ഡാക്ക് ചെറിയൊരു ലോയിലാണ്, അത് കുഴപ്പമൊന്നുമില്ല. നാസ്ഡാക്ക് ഫ്ലാറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഗിഫ്റ്റ് നിഫ്റ്റി ഓൾമോസ്റ്റ് നിൽക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. അതായത് ഇവിടെ നിന്നിട്ട് ഒരൊറ്റ ഗ്യാപ്പപ്പ്, ഹൈ ഗ്യാപ്പപ്പാണ്. ഇതിന് മുന്നേ ഇതുപോലൊരു ഹൈ ഗ്യാപ്പപ്പ് ഐ തിങ്ക് ഇല്ല. ഇത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഏപ്രിൽ 2025. ഓക്കെ, അതിനുശേഷം ഇന്നായിരിക്കും വലിയൊരു ഗ്യാപ്പ് അപ്പിൽ വരാനുള്ള സാധ്യത. അപ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു സ്വിങ്
ഇതിങ്ങനെ പോയി ഇതൊരു സിക്സ് മോഷനിലേക്ക് തിരിച്ച് വീണ്ടും ഇവിടെ വന്നു. അടുത്ത ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയ്ക്ക്, ഞാൻ ഈ ഓൾ ടൈം ഹൈ അല്ല ഉദ്ദേശിച്ചത്, ഈ ഒരു അത് ഓൾ ടൈം ഹൈ ആയിട്ടില്ല, എന്നാലും ഐ തിങ്ക് യെസ് ഓൾ ടൈം ഹൈ ഇപ്പുറത്താണ് കിടക്കുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു സാധ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ഫൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മളിത് ഓക്കെ ഇതിൽ നിന്ന് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഓൾമോസ്റ്റ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ കുറച്ച് താഴെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. സോ ഇത് തിരിച്ച് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അവിടെ കിടപ്പുണ്ടെന്നാണ് ഞാൻ അവിടെ പറഞ്ഞത്. അത് ഇന്നത്തെ ദിവസം എന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന് എൻ്റെ മനസ്സിലുള്ള പ്ലാൻ എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി പേഴ്സണലാണ്. നിങ്ങളുടേതായ മാത്രം അനാലിസിസ്, ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ട്രേഡിൻ്റെ അനാലിസിസാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ് ആയേക്കാം, ചിലപ്പോൾ മാർക്കറ്റ് അങ്ങനെ വർക്ക് ചെയ്തേക്കാം. 24,960 മാർക്കറ്റ് ഇന്ന് കാണിക്കുന്ന ഡേറ്റ എങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഇത് ഓൾമോസ്റ്റ് ഒരു 24,800 to 880 നമ്മുടെ ഈ ഒരു സോണ് നമ്മൾ പറയാറുണ്ട് 440 500 താഴത്തെ ഈ ഒരു 60 പോയിൻ്റ് പോലെ തന്നെ ഇവിടെ 800 880 റേഞ്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്ത് ഇത് തിരിച്ച് 25,000ലേക്ക് പതുക്കെ കയറി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. റിസ്ക്കിയാണ്, ചിലപ്പോൾ ഫസ്റ്റ് ക്യാൻഡലിൽ തന്നെ അത് കയറി പോയേക്കാം. സോ ഫസ്റ്റ് ക്യാൻഡിൽ ട്രേഡൊന്നും ഡെഫിനറ്റ്ലി റെക്കമെൻഡബിൾ അല്ല. അവരവരുടെ റിസ്ക് മാത്രമാണ്. ഡെഫിനറ്റ്ലി ഒരു മനുഷ്യനും അങ്ങനെ ഒരു ട്രേഡ് എക്സ്ട്രീംലി റിസ്ക്കിയാണ്. ആ ട്രേഡ് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതേ ഓൾമോസ്റ്റ് 40% ആ ഓപ്ഷൻ ഡിക്രീസ് ആവും. അത് അക്സെപ്റ്റ് ചെയ്യാനോ SL വെക്കാത്ത ഒരു വ്യക്തിയൊക്കെ എന്ന് പറഞ്ഞാൽ മൺഡേ മോർണിംഗിൽ തന്നെ ട്രാപ്പ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരും. ഞാൻ പാനിക്കായിട്ട് പറയുന്നതല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും പേഴ്സണലി എൻ്റെ ട്രേഡ്സിനിടയിൽ ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ 24,800 നിന്ന് ഇത് കയറി അതായത് ഈ 24,960 സബ്സൈഡ് ചെയ്തുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയും ഹയർ വാല്യൂസിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇല്ല തിരിച്ച് വരുവാണെങ്കിൽ 24,660 600 സപ്പോർട്ട് റേഞ്ചിലേക്ക് ഈ വന്ന എല്ലാ ഡേറ്റയും യൂസ്ലെസ് ആയിക്കൊണ്ട് ഇത് തിരിച്ച് സപ്പോർട്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ട് പോസിബിലിറ്റിയാണുള്ളത്. എനിക്ക് ഹയർ പോസിബിലിറ്റി തന്നെയാണ് ഉള്ളത് എങ്കിൽ പോലും രണ്ട് പോസിബിലിറ്റി അറിഞ്ഞിരിക്കണം. ആദ്യം പോകുന്ന പോലെ കാണിച്ചിട്ട് തിരിച്ച് സെൽ ഓഫ് വന്നു കഴിഞ്ഞാൽ, അതായത് അഗ്രസീവായിട്ട് അങ്ങനെ ഇപ്പോൾ കയറണ്ട എന്നുള്ള രീതിക്ക് FI ഓൾറെഡി ഭയങ്കരമായിട്ട് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ബൈ ചെയ്യപ്പെടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ DA ആയിരിക്കും ബൈ ചെയ്യുക. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡേഴ്സ് ആയിരിക്കും അത് മേടിക്കുന്നതിനെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ട് താഴേക്ക് കൊണ്ടുവന്നേക്കാം. അപ്പോഴും 24,800 24,600 ആണ് ഏറ്റവും ബേസ് ആണ്. അപ്പോൾ പിന്നെ മാർക്കറ്റ് ഇന്നലത്തെ പ്രൈസ് വെച്ച് നോക്കുമ്പോഴേക്കും ഫ്ലാറ്റായി പോവും. അങ്ങനെ വരാൻ സാധ്യതയില്ല എങ്കിൽ പോലും നമ്മൾ എല്ലാ വേഴ്സ്റ്റ് സിനാരിയോയും നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പണിംഗ് റേഞ്ച് ഈ ഒരു ബ്ലൂ ലൈനിൻ്റെ അടുത്ത് 24,800 to 880 റേഞ്ചിലായിരിക്കും ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് മുകളിലേക്ക് കയറാൻ ശ്രമിക്കും. 25,100 അടുത്ത ഒരു ലെവലാണ്. ഓക്കെ, ഈ ഒരു ബോക്സിൻ്റെ ഹൈ 25,100 25,240 ഈ ഒരു ബോക്സിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് മാർക്കറ്റിലെ സ്ഥിരം റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു കയറ്റം മാർക്കറ്റിനെ കയറ്റിക്കൊണ്ട് പോയാൽ ദാറ്റ് ഈസ് ഗുഡ്. അതിലും കയറുന്നില്ലെന്നുണ്ടെങ്കിൽ ഇനി പ്രത്യേകിച്ച് വലിയൊരു റീസൺ ഇല്ല. ഇനി ട്രംപ് ടാരിഫ് കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റണം ഇന്ത്യക്ക് മേളിൽ, എങ്കിലേ അത്രയും വലിയൊരു പോസിറ്റിവിറ്റി വരുമെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിതൊരിക്കലും വേറൊരാൾക്ക് ഇംപ്ലിമെൻറ്റ് അയാളുടെ മേളിൽ അടിച്ചേൽപ്പിക്കുന്നതല്ല, എൻ്റെ പേഴ്സണൽ കാഴ്ചപ്പാടുകളാണ്. ഓക്കെ, ഒരുപാട് ലേറ്റായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്നത് ഒരാൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രേഡ്, ഒരു നല്ലൊരു ട്രേഡ് കിട്ടട്ടെ. ഗ്രൂപ്പിനകത്ത് അത്യാവശ്യം നല്ല ട്രേഡ്സ് കിട്ടട്ടെ, ഇനിയും കിട്ടട്ടെ, എല്ലാവരും വളരട്ടെ എന്നുള്ളത് കൊണ്ട് പറഞ്ഞ ഒരു സംഭവം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇൻഫോസിസിന് 1448 മേളിൽ ക്ലോസിങ് കിട്ടിയാൽ ഈ ഒരു ഇൻട്രാഡയ്ക്ക് ഇന്ന് പറയാൻ ഉദ്ദേശമാണ്. ഇത് ചിലപ്പോൾ ഓപ്പൺ ചെയ്യുക 1452 അതിന് മേളിലോ ആയിരിക്കാം. റിലയൻസ് 1380 മേളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു, അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ വാച്ച് ചെയ്യാം. HDFC ബാങ്ക് ഇതുപോലെ തന്നെ 1380 അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. 1400 ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, എങ്കിലും 80 മേളിൽ വന്നു കഴിഞ്ഞാൽ ഗുഡാണ്. അതേ കോൺസെപ്റ്റ് തന്നെ HDFC ബാങ്ക് 2000 മേളിൽ കയറി കഴിഞ്ഞാൽ വളരെ നല്ലൊരു മൂവ്മെൻറ്റ് അവിടെ എക്സ്പെക്റ്റ് ചെയ്യാം. SBI ഓൾറെഡി നമ്മൾ 796 പറഞ്ഞിട്ട് ഏകദേശം 4 മാസമായിട്ട് സ്റ്റോക്ക് അനങ്ങുന്നില്ല. ഇപ്പോൾ വീണ്ടും 828 മേളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഇൻട്രാഡേ വരാം. അത് നല്ല പ്രോഫിറ്റിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വിങ്ങിലേക്കോ ലോങ് ടേമിലത്തേക്കോ വേണമെങ്കിൽ അതിനെ ഹോൾഡ് ചെയ്യാം, റിസ്ക് എടുക്കാം. ഹീറോ മോട്ടോർ കോപ്പ് അത് മേളിൽ കയറാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ കയ്യിലും ഹീറോ മോട്ടോർ കോപ്പ് കുറച്ച് പൊസിഷൻ ഉണ്ട്. TVS നമുക്ക് നോക്കാം.
ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ക്രൂഡ് ഓയിലിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലും ഇതുപോലെ ചെറിയൊരു പോസിറ്റിവിറ്റി മാർക്കറ്റ് നന്നായിട്ട് വീഴുന്നിട്ട് ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ 5560 ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ്. അതിനുശേഷം 5600 നിന്ന് മേളിലേക്ക് ഒരു 660 കിടപ്പുണ്ട്. 720 ഓരോ 60 പോയിൻറ്റ്സും അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോക്കാം ക്ലോസ് ചെയ്യുന്നത് ഈ പ്രീവിയസ് ഡേ ഹൈയിന് മേളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അപ്പർ ട്രെൻഡിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. 660 720 വരെയൊക്കെ അതിൻ്റെ 744 വരെയൊക്കെ അതിൻ്റെ മേളിലേക്ക് ഒരു ലെവൽസ് കിടപ്പുണ്ട്. ഐ തിങ്ക് 744 ഞാൻ വരച്ച് വെച്ചിരുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് മേളിലോട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത്. താഴേക്കാണെങ്കിൽ ഇത് വീക്കായി കഴിഞ്ഞാൽ 550 താഴെ 560 താഴേക്ക് നെഗറ്റീവിൽ പോകാനുള്ള സാധ്യതയും താഴേക്ക് കുറച്ചധികം ലെവൽസ് കിടപ്പുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഞാൻ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാനുള്ള സമയം കിട്ടത്തില്ല. ഇത്രയൊക്കെയാണ് മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ക്വാണ്ടിറ്റി കുറച്ച് ട്രേഡ് ചെയ്യുക. മാർക്കറ്റ് അത്യാവശ്യം വലിയ മൊമെൻറ്റമാണ് മാർക്കറ്റിൽ വരുന്നത്. സോ ആ മൊമെൻറ്റത്തിൽ വോളറ്റൈലിറ്റി ചിലപ്പോൾ കിക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രാപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.